ബിഗ് ബോസ് ടൈറ്റിൽ വിന്നറായ അനുമോളെക്കാട്ടിലും ലോയൽ ഫാൻസ് റണ്ണർ അപ്പേഴ്സിനാണെന്ന് ഇപ്പോഴത്തെ പുതിയ കോൺട്രവേഴ്സി. അതായത് റണ്ണർ അപ്പേഴ്സ് ആയിട്ടുള്ള അനീഷ്, അക്ബർ, ഷാനവാസ്, നെവിൻ ഇവർ വന്ന് ഇറങ്ങിയ സമയത്തുള്ള ക്രൗഡ് അനുമോൾ വന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടാകുന്ന ക്രൗഡിനെക്കാട്ടിലും വളരെയധികം കൂടുതലായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ പുതിയ ചർച്ച. മേ ബി അതിന് പല റീസൺസ് ഉണ്ടാവാം. മേ ബി അനുമോൾ വരുന്ന കാര്യങ്ങൾ ഓൺലൈൻ മീഡിയ ലീക്ക് ആയിട്ടുണ്ടായിരുന്നെന്ന് കാണത്തില്ല. അതുകൊണ്ടായിരിക്കും കുറച്ചധികം പേരും കാണാഞ്ഞത്. മേ ബി എന്തു തന്നെയാണെങ്കിലും. സോ അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പുതിയ കോൺട്രവേഴ്സി. അതായത് വിന്നറായ അനുമോളെക്കാട്ടിലും ആരാധക കൂട്ടം ഒത്തുകൂടിയത് റണ്ണർ അപ്പേഴ്സ് ആയിട്ടുള്ള അനീഷിനെയും അക്ബറിനെയും നെവിനെയും ഷാനവാസിനെയും കാണാനാണെന്ന് എന്നുള്ള രീതിയിലാണ്. എന്തെന്ന് പറയുന്നു, ആദില നൂറ, അതായത് ഫൈനൽ വീക്കിൽ എവിക്റ്റ് ആയിട്ടുള്ള ആദില നൂറയ്ക്ക് പോലും ഗംഭീര സ്വീകരണവും ഗംഭീരമായിട്ടുള്ള ആരാധക കൂട്ടവും ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് അത്രയും പോലും ഇല്ലായിരുന്നു നമ്മുടെ അനുമോൾക്ക് എന്നുള്ള രീതിയിലാണ് പുതിയ കോൺട്രവേഴ്സി. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മേ ബി അനുമോൾക്ക് ലോയൽ ഫാൻസ് ഇല്ലേ, ഓൺലൈൻ ഫാൻസ് മാത്രമേ ഉള്ളൂ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു കാര്യത്തിനകത്ത്? പിന്നെ അതുപോലെ തന്നെ ബിന്നി ഇന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അനുമോൾക്കെതിരെയാണ് വീഡിയോ ഇട്ടത്. ബിന്നി അതിൽ പറയുന്നത്, അനുമോള് ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ ചിലപ്പോൾ പറഞ്ഞത് 15 ലക്ഷം രൂപയായിരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ 1 ലക്ഷം രൂപയെ PR കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ അനുമോൾ പറഞ്ഞത് 15 ലക്ഷം രൂപയായിരിക്കാം, പക്ഷെ ബിന്നി കേട്ടത് 16 ആയിരിക്കാം എന്നുള്ളൊരു ഒരു പ്രശ്നം, അതായത് ഒരു കോൺട്രവേഴ്സി അനുമോൾ തന്നെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ബിന്നി അത് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ അത് എൻ്റെ അടുത്ത് പറഞ്ഞാണ് 15ഉം 1ഉം പറഞ്ഞു, അപ്പോൾ ഞാൻ 16 പറഞ്ഞു എന്നുള്ള രീതിയിൽ ബിന്നി അവിടെ ന്യായീകരിച്ചുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ എത്ര പേര് ബിന്നിയുടെ സൈഡിൽ നിൽക്കുന്നു, എത്ര പേര് അനുമോളുടെ സൈഡിൽ നിൽക്കുന്നു? ഇപ്പോൾ യഥാർത്ഥത്തിൽ അനുമോൾ പറഞ്ഞതാണോ അതോ ബിന്നി അത് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചതാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു കാര്യത്തിനകത്ത്?